Super TV. This is Super TV. Super TV. ഹായ് ഗായ്സ്, അനുരൂപാണ് സൂപ്പർ ടി വി ആയിട്ട്. ഇന്ന് ടേക്ക് ഓഫ് എന്ന സിനിമയുടെ റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഒരു ആധികാരികമായിട്ട് സിനിമയെ വിലയിരുത്തുന്നതല്ല, ഒരു പ്രേക്ഷകന്റെ പോയിന്റിൽ നിന്നും സിനിമയെ വിലയിരുത്താൻ ശ്രമിക്കുകയാണ്. ഞാൻ വളരെയധികം എക്സൈറ്റ്മെന്റിലാണ്. കാരണം വെച്ചാൽ അടുത്ത കാലത്ത് കണ്ടിട്ടുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് ഫിലിമാണ്. വളരെ ഗൗരവമേറിയ സിനിമ, വളരെ ഗൗരവമേറിയിട്ടുള്ള സ്ക്രിപ്റ്റ്, സംഭവകഥയെ അല്ലെങ്കിൽ ഒരു സംഭവത്തെ ആസ്പദമാക്കി ഉണ്ടാക്കിയിട്ടുള്ള സിനിമ. അതുകൊണ്ട് തന്നെ അതിന്റെ ഗൗരവം ഇരട്ടിക്കുന്നു. എനിക്ക് തോന്നുന്നു മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഒരു നാഴികക്കല്ലായി മാറാൻ പോകുന്ന ഒരു സിനിമയാണ്, അല്ലെങ്കിൽ ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്യാൻ പോകുന്ന സിനിമയാണ്. നമ്മുടെ രാജേഷ് പിള്ള, അന്തരിച്ചു പോയ രാജേഷ് പിള്ളയുടെ പേരിൽ തന്നെ ആരംഭിക്കുന്ന ഈ സിനിമ മഹേഷ് നാരായണനിൽ അവസാനിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ട്രാഫിക് എന്ന സിനിമ മലയാള സിനിമയിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ബെഞ്ച് മാർക്ക് അതിനുശേഷം സെറ്റ് ചെയ്യാണ് വീണ്ടും ടേക്ക് ഓഫിലൂടെ. ദൃശ്യം കൊണ്ടും എഡിറ്റിംഗ് കൊണ്ടും വളരെ വളരെ ഭംഗിയുള്ള സിനിമയായിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ നഴ്സുമാരുടെ കഥ പറയുന്ന, കണ്ണ് നനയിക്കുന്ന സിനിമയാണ്. ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കുവാൻ വേണ്ടി സ്വന്തം നാടും വീടും ഒക്കെ മറന്ന് വിദേശത്ത് ജോലിക്ക് പോകുന്ന ആളുകളുടെ കഥ പറയുന്ന സിനിമയാണ്, കണ്ണ് നനയിപ്പിക്കുന്ന സിനിമയാണ്. ഇതാണ് ഓവറോൾ സിനിമയെ കുറിച്ച് ആദ്യം പറയാനുള്ളത്. ഇതിന്റെ മറ്റൊരു വശം പറയുകയാണെങ്കിൽ മഹേഷ് നാരായണൻ എന്ന് പറയുന്ന ഡയറക്ടർ ആദ്യ സിനിമയിൽ തന്നെ ഗംഭീര തുടക്കമാണ് നടത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ എഡിറ്റിംഗിന്റെ വൈഭവം നമ്മൾ മനസ്സിലാക്കിയതാണ് ട്രാഫിക്കിലൂടെയൊക്കെ. PV ഷാജി കുമാറിന്റെ കൂടെ ചേർന്ന് മഹേഷ് നാരായണൻ ഉണ്ടാക്കിയിട്ടുള്ള ഈ സ്ക്രിപ്റ്റ് വളരെ ശക്തമായിട്ടുള്ള സ്ക്രിപ്റ്റ് ആണ്. എടുത്തു പറയേണ്ട മറ്റു കാര്യങ്ങൾ ഇതിന്റെ സിനിമോട്ടോഗ്രാഫി, അതുപോലെ തന്നെ എഡിറ്റിംഗ്, അഭിനേതാക്കളൊക്കെ തന്നെ എടുത്തു പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അഭിനേതാക്കളുടെ കാര്യത്തിലേക്ക് എടുത്തു പറയുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു പാർവതി എന്ന ആക്ട്രസിന്റെ ജീവിതത്തിൽ അടുത്തൊരു നാഴികക്കല്ലുകൂടി വരാൻ പോവാണ്. അവർ ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 2017 ഏറ്റവും മികച്ച സിനിമകളിൽ ഒന്നായി മാറാൻ പോവാണ് ടേക്ക് ഓഫ്. ഇനി വരാൻ പോകുന്ന സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങളിൽ ഒരുപക്ഷെ പാർവതി എന്ന നടിയുടെ പേര് വരികയാണെങ്കിൽ അതിൽ അത്ഭുതപ്പെടുവാനില്ല. കാരണം ബ്രില്യൻ പെർഫോമൻസ് ആണ് പാർവതി നടത്തിയിട്ടുള്ളത്. കുഞ്ചാക്കോ ബോബൻ എന്ന ആക്ടറിന്റെ കരിയറിലെ മറ്റൊരു നാഴികക്കല്ലായിരിക്കും ഈ സിനിമ. ബ്രില്യന്റ് ആയിട്ടുള്ള ഒരുപാട് നിമിഷങ്ങൾ കുഞ്ചാക്കോ ബോബൻ നടൻ എന്ന രീതിയിൽ നമുക്ക് തരുന്നു. ഫഹദ് ഫാസിലും ബ്രില്യന്റ് ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആസിഫ് അലിയും എടുത്തു പറയേണ്ടതുണ്ട്. ഇങ്ങനെ പോകുന്നു അഭിനേതാക്കളുടെ ഒരു ലിസ്റ്റ്. സിനിമയുടെ ആദ്യ ഭാഗത്ത് ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നേരിടുന്ന സമീറ എന്നു പേരുള്ള നേഴ്സിന്റെ കഥയാണ്. അവരുടെ ജീവിതത്തിലേക്ക് വരുന്ന ഒരുപാട് പുരുഷന്മാർ, അച്ഛനും ഭർത്താവും രക്ഷകനും മകനുമൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. ജീവിതത്തിന്റെ രണ്ടറ്റങ്ങൾ കൂട്ടിമുട്ടിക്കുവാനുള്ള പരിശ്രമത്തിന്റെ ഭാഗമായിട്ട് അവർക്ക് ഇറാഖിലേക്ക് പോകേണ്ടി വരുന്നു. തുടർന്ന് സിനിമയുടെ രണ്ടാം ഭാഗത്ത് നമുക്ക് കേട്ടറിവ് മാത്രമുള്ള ഇറാഖിന്റെ അകത്തലങ്ങളിലേക്ക് നമ്മൾ പോകുന്നു. അവിടെയുള്ള ദൃശ്യങ്ങളൊക്കെ വളരെ റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ സിനിമ രണ്ടാം ഭാഗത്ത് ഒരുപാട് ത്രില്ലിംഗ് ആയിട്ട് മാറുന്നു. സിനിമയുടെ അവസാനത്തേക്ക് അടുക്കുമ്പോൾ തന്നെ തിയേറ്ററിലുള്ള ഓരോ ആളും അറിയാതെ തന്നെ കൈയടിച്ചു പോകുന്ന ഒരു സിറ്റുവേഷനാണ്. അതുകൊണ്ട് തന്നെ ഈ സിനിമ എല്ലാ ആളുകളും പോയി കാണേണ്ട സിനിമ തന്നെയായിട്ട് സൂപ്പർ TV പറയുന്നു. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ഈ എക്സൈറ്റ്മെന്റ് കൊണ്ട് മാത്രമായിരിക്കാം. അതുകൊണ്ട് തന്നെ ഈ സിനിമ ഒരിക്കലും മിസ് ചെയ്യരുത്. 2017 ഏറ്റവും മികച്ച മലയാള സിനിമകളുടെ പട്ടികയിലേക്ക് ഈ സിനിമ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഈ സിനിമ മിസ് ചെയ്യരുത്. ഗോപി സുന്ദറിന്റെയും ഷാൻ റഹ്മാന്റെയും മ്യൂസിക് ഗംഭീരമായതുകൊണ്ട് തന്നെ തിയേറ്ററിൽ പോയി തന്നെ ആ അനുഭവം, ദൃശ്യാനുഭവം നിങ്ങൾ കൂടി അനുഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. സോ പ്ലീസ് ഡോണ്ട് മിസ് ദിസ് ഫിലിം. താങ്ക് യു സോ മച്ച്. Super TV. This is Super TV. Super TV.